എറണാകുളത്ത് നടക്കുന്ന സമയത്ത് വിവിധ മേഖലയിലുള്ള നിരവധി മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളും സംഘടനകളും അതിന്റെ നേതാക്കന്മാരും അവിടെ പങ്കെടുത്തപ്പോൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്ന തെമ്മാടി അവരെ വന്നൊന്ന് കാണുവാനോ അവിടെ ആദരാഞ്ജലി അർപ്പിക്കുവാനോ നിന്നില്ല. അവൻ പോയത് അവന്റെ ശവക്കല്ലറ ഉദ്ഘാടനം ചെയ്യാൻ പോയി. CPM-ന്റെ ശവക്കല്ലറ ഉദ്ഘാടനം ചെയ്യാനാണ് പിണറായി വിജയൻ പോയത്. ആദരാഞ്ജലി അർപ്പിക്കാനോ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ അദ്ദേഹം തയ്യാറായില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായി വിജയന് നല്ല പേടിയാ. മരുമോൻ പറയും, നീ അവിടെ പോയാൽ ഞാൻ ആദ്യം നിന്റെ മോളെ കെട്ടി, ഇനി നിന്റെ കെട്ടിയോളെ കൂടി കെട്ടാനുള്ള സംവിധാനം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. ജിഹാദ് നടത്തും ഞാൻ എന്ന് പേടിയുണ്ടായിരുന്നു പിണറായിക്ക്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും മറ്റുള്ള മതഭീകര സംഘടനകളാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിക്കാത്തത്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പ്രതിഷേധിക്കാത്തത് ഇതുകൊണ്ടാണ്. കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെയാണ്. അവർ പറയുന്നു 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്നാണ്. MA ബേബി പറയുന്നു 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞത് കൊണ്ട് കാശ്മീരിൽ ഇത് സംഭവിച്ചു. അല്ലാതെ അത് ഭീകരവാദമാണ്, അത് തീവ്രവാദമാണ് എന്ന് പറയുന്നില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പറയുന്നു ഇതിൽ മതമില്ല എന്ന് പറയുന്നു. പേര് ചോദിച്ച് ഹിന്ദു അല്ല എന്ന് ഉറപ്പുവരുത്തുന്നവരെ മാറ്റി നിർത്തി ഹിന്ദുക്കളെ മാത്രമാണ് അവിടെ കൂട്ടക്കൊല ചെയ്തത്. പേര് കൃത്യമായി അറിയാത്തവരുടെ ഉടുമുണ്ട് പൊക്കി ചോദിച്ചത് പാകിസ്ഥാനാണോ എന്ന് അറിയാൻ വേണ്ടിയല്ല, അവൻ മുസ്ലിം ആണോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇതിൽ മതമില്ല എന്ന് പറയുവാൻ സാധിക്കില്ല. അപ്പോൾ ഇതിനെതിരെ ഭാരതത്തിലെമ്പാടും എല്ലാ ഗ്രാമങ്ങളിലും ഇത്തരം പ്രതിഷേധ യോഗങ്ങൾ നടത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഭാരതീയരാണ് എന്ന് പുങ്കരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇനി ചെയ്യേണ്ടത് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വീട്ടിലെ അമ്മമാരെയും പെങ്ങന്മാരോടും സഹോദരിമാരോടും ഭാര്യമാരോടും പറയേണ്ടത് നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. നമ്മൾ ദേശീയവാദികളാണ് എന്നുള്ള കാഴ്ചപ്പാട് അവർക്ക് കൊടുക്കണം. നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു സൂചന നമ്മുടെ കുടുംബത്തിന് കൊടുക്കണം. പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്തത് കാശ്മീരിലുള്ള മുസ്ലിങ്ങളായിരുന്നു. അവർ രാജ്യം നോക്കിയില്ല, അവർ മതം നോക്കിയായിരുന്നു സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകും. ഓരോ കുടുംബങ്ങളിലും നാം ഹിന്ദുസ്ഥാനിലെ ഭാരതീയനാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മുടെ കൊച്ചുമക്കൾക്ക് കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഈ പ്രതിഷേധത്തിന് നമ്മൾക്ക് വേണ്ടി മരണപ്പെട്ട ആ 28 പേർക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനം ഗ്രാമാന്തരങ്ങളിലേക്ക് പ്രവർത്തനം എത്തിക്കേണ്ടതുണ്ട്. അതിനെ നമ്മൾക്ക് ഓരോരുത്തർക്കും സുശക്തമായിട്ടും നിരന്തരമായിട്ടും പ്രവർത്തിക്കാൻ സാധിക്കാം. കേരളത്തിലെ ജിഹാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇടതന്മാരെയും വലതന്മാരെയും തിരിച്ചറിഞ്ഞെങ്കിൽ നാളെ കോൺഗ്രസ്സുകാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ BJP-കാരനാണോ എന്നല്ല ചോദിക്കുക, നിങ്ങൾ ഹിന്ദുവാണോ നിങ്ങൾ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചായിരിക്കും നിങ്ങളുടെ തിരുനെറ്റിയിൽ വെടിയുതിർക്കുന്നത്. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക. ഉപ്പും ചോറും തിന്ന് മലർന്നു കിടന്ന് ഈ ഭാരതത്തിൻ മണ്ണിൽ കിടക്കുമ്പോൾ ഇത് ഭാരതമാണ്, ഇതെൻ്റെ നാടാണ്, ഇതെൻ്റെ അമ്മയാണ് എന്ന ചിന്തയോടുകൂടി നമ്മൾക്ക് ചെയ്യുവാൻ സാധിച്ചെങ്കിൽ നാളെ നിങ്ങളുടെയും അവസ്ഥ ഈ കാശ്മീരിൽ ടൂറ് പോയ അതേ വ്യക്തികളുടെ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭാരതാംബിയെ അമ്മയായി സ്വീകരിച്ചുകൊണ്ട് ഈ ഭാരതത്തെ സ്നേഹിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും നിങ്ങൾ തയ്യാറാക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ ഭാരത് മാതാ കീ ജയ്. കാശ്മീരിൽ ദാരുണ്യമായി കൊലപ്പെട്ട അവർക്ക് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കാനാണ് നമ്മളുടെ എല്ലാവരും നമ്മുടെ ഒരു പ്രതിഷേധമായിട്ട് കൂടിയിരിക്കുന്നത്. ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എൻ്റെ പേരിലും മറ്റേ സംഘപരിവാർ സംഘടനയുടെ പേരിലും നന്ദി പറഞ്ഞു.